കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓമുവാമുവ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ആണ് ശരിക്കും ഓമുവാമുവ എന്ന് പറയുന്നത്. അത് നമ്മൾ കൺഫേം ചെയ്തൊരു കാര്യം കൂടിയാണ്. എന്നാൽ ഓമുവാമുവനെ പോലെ ഇരിക്കുന്നത് തന്നെ വേറൊരു സംഭവത്തിൽ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതായത് 2019 ഇങ്ങനത്തെ ഒരു ഡിസ്കവറി നമ്മൾ നടത്തിയത്. അതിനെപ്പറ്റി ആരും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് വേറൊരു വാസ്തവം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഓമുവാമുവനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തരാം. 2017 ഒക്ടോബർ ആയപ്പോഴാണ് നമ്മൾ ഓമുവാമുവ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഹവായിലെ ഒരു സ്പേസ് ഒബ്സർവേറ്ററിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫാസിനേറ്റിംഗ് ഡിസ്കവറി നടത്തിയത്. ഇങ്ങനെ ഒരു ഇവന്റ് ആരും തന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് ആദ്യം കണ്ടപ്പോൾ ആൾക്കാർ ഇതൊരു കോമറ്റ് പോലത്തെ ഒരു സംഭവം ഇരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അത് അതിക്ക് മേലെ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റീനെ ഞെട്ടിക്കുന്ന ആ ഒരു ഇവന്റ് സംഭവിച്ചത്. അതായത് ഓമുവാമുവ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് നമ്മുടെ സൂര്യന്റെ അടുത്തേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ എവിടെ നിന്നില്ലാണ്ട് സഡൻ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്ത് പോയി. അത് സംഭവിക്കാൻ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റിൽ നിൽക്കുകയാണ്. ഒരുമാതിരി റോക്കറ്റിന്റെ എഞ്ചിൻ ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഡയറക്ഷൻ തിരിഞ്ഞിങ്ങനെ പോവില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റിന് സംഭവിച്ചത്. ഇതിനുള്ളൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് ഒരുപാട് ലിക്വിഡ് ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സൂര്യന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ നാച്ചുറലി ഇതിന്റെ ടെമ്പറേച്ചർ കൂടുകയും ഈ പറയുന്ന ലിക്വിഡ് പെട്ടെന്ന് തന്നെ വേപ്പർ ആവുകയും ഈ വേപ്പർ ഇതിനകത്തുള്ള ഒരുപാട് ചെറിയ ചെറിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. അപ്പൊ ഈ പുറത്തേക്ക് പോയ വാട്ടർ വേപ്പർ ഇല്ലേ, അതൊരു തരത്തിലുള്ള ജെറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന്റെ ഡയറക്ഷൻ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണെന്നാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ റിയൽ റീസൺ എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. പിന്നെ വേറൊരു വിചിത്രമായിട്ടുള്ള ഒരു ഫാക്ട് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സൂര്യന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന്റെ സർഫസിൽ കണ്ടുവരുന്ന ഐസ് ഫോർമേഷൻ മെൽറ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള ഒരു ട്രെയിൽ പോലെ, അതായത് കോമറ്റ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പുറകിലൊരു വാല് കാണുന്നില്ലേ, നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വാല് പോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ഓമുവാമുവ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിന് അങ്ങനത്തെ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഓമുവാമുവ എന്ന് പറയുന്നത്. എന്നാൽ അതിനോട് സിമിലർ ആയിട്ടുള്ളത് മിക്കവാറും ഓമുവാമുവനെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടുപിടിച്ച സംഭവം എന്നല്ല ഞാൻ പറയുന്നത്, 2019 ഇങ്ങനത്തെ ഒരു ഡിസ്കവറി നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2019 നാസ സ്പേസ് ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വളരെ റാൻഡം ആയിട്ട് ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നതായിട്ട് ഇവർ ഒബ്സർവ് ചെയ്തത്. ഇതിന്റെ ഓർബിറ്റ് ആണെങ്കിൽ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വഴിയിലൂടെയൊക്കെയാണ് ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നത്. ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മീറ്റിയോറൈറ്റ് അല്ല എന്നുള്ള ഒരു കാര്യം സയന്റിസ്റ്റുമാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇതെന്തായിരിക്കും സംഭവം? ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു കോമറ്റ് ആവാന്നുള്ളതാണ്. പക്ഷെ കോമറ്റ് ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ കാണും ഒരുപാട് വലിപ്പം കൂടിയ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം എന്ത് നമ്മുടെ കോമറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമറ്റ് ആവാനുള്ള സാധ്യത നമുക്ക് ഇവിടെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കോമറ്റിന് ഈ പറയുന്ന പോലെ പുറയിൽ ഒരു വാല് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഒബ്ജക്റ്റ് അങ്ങനത്തെ ഒരു സംഭവമേ കാണാൻ പറ്റില്ല. അപ്പൊ ഇതൊരു കോമറ്റ് അല്ല, ഇതൊരു മീറ്റിയോറൈറ്റ് അല്ല. അപ്പൊ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കി വിട്ട എന്തെങ്കിലും ഒരു സ്പേസ് ജങ്ക് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ സയന്റിസ്റ്റുമാര് A10BMLZ എന്നാണ് പേരിട്ടേക്കുന്നത്. വല്ലാത്തൊരു പേര് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് പേരിടുന്നത്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ പാടാത്തതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ETBO എന്ന് പറയുന്ന സംഭവത്തിനുള്ള സാധ്യതകളാണ്. ഇനി ഇപ്പൊ ETBO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പേസിലേക്ക് റോക്കറ്റ്സ്, സാറ്റലൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വിടുന്നില്ലേ. അപ്പൊ ഇതിന്റെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരുപാട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സ്പേസിലേക്ക് ഇങ്ങനെ ജങ്ക് ആയിട്ട് ഇങ്ങനെ, അതായത് വളരെ തിന്നായിട്ടുള്ള ഔട്ടർ കേസിംഗ് ആയിക്കോട്ടെ, ഇതേപോലെ ഹീറ്റ് ഷീൽഡ്സ് ആയിക്കോട്ടെ, അതായത് ഈ ഒരു ഒബ്ജക്റ്റുകൾക്ക് വളരെയധികം കനം കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം വലുതും കൂടി ആയിരിക്കും. അതായത് സൈസ് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 50 പൈസയുടെ പ്ലാസ്റ്റിക് കവറൊക്കെ കണ്ടിട്ടില്ലേ, അത് നോക്കുകയാണെങ്കിൽ അതിനൊട്ടും തന്നെ കനം ഉണ്ടാവില്ല. പക്ഷെ കാഴ്ചയിൽ അത് അത്യാവശ്യം വലുതായിരിക്കും. ശരിക്കും അതുപോലുള്ള സ്പേസ് ജങ്കുകളെയാണ് ശരിക്കും നമ്മൾ ETBO എന്ന് പറയുന്നത്. ETBO മറ്റുള്ള സ്പേസ് ജങ്കുകളായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ETBO സൂര്യരശ്മികളായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതി വളരെയധികം ഡിഫറെന്റ് ആണ്. ഇതിന്റെ മാസ് വളരെയധികം കുറവായതുകൊണ്ടും ഇതിന്റെ സർഫസ് ഏരിയ അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സോളാർ സെയില് പോലെ ഇത് വർക്ക് ചെയ്യും. അതായത് ETBS സൂര്യന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂര്യരശ്മികൾ കാരണം ഇതിന്റെ ഡയറക്ഷൻ, ഇതിന്റെ ഓർബിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ETBSന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 50 പൈസയുടെ കവർ എടുത്തിട്ട് നമ്മളൊരു ഫാനിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു കവർ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം
അതിന് വളരെയധികം കനം കുറവാണ്, പക്ഷെ ഇതിന്റെ സർഫസ് ഏരിയ അതിന്റെ വലിപ്പം അത്യാവശ്യം കൂടുതലുമാണ്. അപ്പോൾ 50 വയസ്സുടെ കവറിനെ ഈ പറയുന്ന ETBOS ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈ ഫാനിനെ നമ്മുടെ സൂര്യനുമായിട്ട് കൺസിഡർ ചെയ്യുക. ഏകദേശം അതേപോലത്തെ ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് നമ്മുടെ സ്പേസിൽ വെച്ച് സംഭവിക്കുന്നത്. അപ്പൊ 2019 ഇതേപോലൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇതൊരു ETBO ആണോ എന്നുള്ളൊരു സംശയമായിരുന്നു ശരിക്കും സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നത്. അതായത് ETBO എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. നാച്ചുറലി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഫോം ചെയ്യില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവത്തിന് ഉണ്ടാകാൻ കഴിയില്ല. എന്നാൽ നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അതിൽ 1-2 കുഴപ്പങ്ങളുണ്ട്. സാധാരണ ETBOS എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അടുത്തോടെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ച ഒബ്ജക്റ്റ് ഇല്ലേ, അതിന്റെ ഓർബിറ്റൽ പാത്ത് എന്ന് പറയുന്നത് സൂപ്പർ ഹൈലി എലിപ്റ്റിക്കലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് അതിന്റെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയോട് ജസ്റ്റ് ഒരു 100 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഫർദസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷത്തോളം കിലോമീറ്റേഴ്സ് ആണ്. അതായത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ, അതായത് അതിനൊരു വലിയൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ശരിക്കും നമ്മുടെ ഭൂമിയെ ചുറ്റത്ത് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ ഒരു ഒബ്ജക്റ്റ് ഓരോ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഒബ്ജക്റ്റും കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഒരിക്കലും അവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കി വിട്ട ഒരു സംഭവം ആവാനുള്ള സാധ്യതകളും വളരെയധികം കുറവാണ്. ഇത് മാൻമെയ്ഡ് അല്ലെന്ന് തെളിയിക്കുന്ന വേറൊരു ഫാക്ടറാണ് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു വഴിക്കാന്ന് വിചാരിച്ചു. ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിക്ക് ചുറ്റും പോകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ്. അതായത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് 2 ഗ്രിഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ സാറ്റലൈറ്റ്സും കാര്യങ്ങളല്ല നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ഡയറക്ഷനോട് ഫോളോ ചെയ്തിട്ടാണ്. അതായത് ഭൂമി ഇപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇങ്ങനെ കറങ്ങുന്നതെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന റോക്കറ്റ്സും സാറ്റലൈറ്റ്സും ഒക്കെ ഇങ്ങനെ വിടുന്നത്. ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്യൂവൽ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഭൂമിയുടെ റൊട്ടേഷന്റെ അതേ ഡയറക്ഷനിലായിരിക്കണം നമ്മുടെ സാറ്റലൈറ്റ്സും കാര്യങ്ങളെല്ലാം വിടേണ്ടത്. അങ്ങനെയാണ് ഇത്ര നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഭൂമിയുടെ റൊട്ടേഷന്റെ ഡയറക്ഷന്റെ ഓർബിറ്റിൽ പോകുന്ന ETBOS മാത്രമാണ് നമുക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഉണ്ടാക്കി വിട്ട് ETBOS ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം നേരെ തിരിച്ചാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാൻമെയ്ഡ് ആവാനുള്ള സാധ്യതകളും വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് ഏറ്റവും അധികം സിമിലാരിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഓമുവാമുവ എന്ന് പറയുന്നത്. ഓമുവാമുവ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് വളരെ റാപ്പിഡ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം പോയ ഓർബിറ്റിലൂടെ അല്ല പിന്നെ പോകുന്നത്. അതായത് വളരെ റാൻഡം ആയിട്ട് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ശരിക്കും ഈ ഒരു സംഭവം ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അത് മാൻമെയ്ഡ് അല്ല. ഇത് ഇപ്പൊ ഈ പറയുന്ന കോമറ്റ് അല്ല, മീറ്ററൈറ്റ് അല്ല, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പൊ ഇത് എന്തായിരിക്കും? ഒരുപാട് ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊരു ഏലിയൻ ഒറിജിൻ ആവാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണെന്നാണ്. അതായത് ഇതൊരു ETBO തന്നെയാണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ETBO അല്ല, വേറെ എവിടുന്നോ വന്ന ഒരു ETBO ആവാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2017 വെച്ച് കണ്ടുപിടിച്ച ഓമുവാമുവ എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഒരു ETBO ആയിക്കൂടെ? ഓമുവാമുവ എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തടത്തോളം കാലം അതിനൊരു ETBO ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു റാൻഡം ഗസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിനെ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ, വേറെ ഏതെങ്കിലും ഒരു ഗാലക്സിയിലോ വേറെ ഏതെങ്കിലും ഒരു സോളാർ സിസ്റ്റത്തിലുള്ള ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു മെഷീനറിയുടെ എന്തെങ്കിലും ഒരു പാർട്ട് മാത്രമായിരിക്കാം എങ്ങനെയോ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തേക്ക് കയറി വന്നത്. അത് നമ്മുടെ ഭൂമിയുടെ ചുറ്റും ചുറ്റുകയും നമ്മുടെ സയന്റിസ്റ്റുമാരൊക്കെ ഇതിന്റെ തല പോയിക്കുന്ന ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്കറിയില്ല. ഇത് അത്യാവശ്യം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ലണ്ടനിലുള്ള ഒരു കൂട്ടം സയന്റിസ്റ്റുമാർ ഡിറ്റർമൈൻ ചെയ്തു, അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരുപാട് മീറ്റേഴ്സ് വൈഡ് ആണ്. അതായത് വലിയൊരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ മാസ് വെറും 1 കിലോയുടെ താഴെ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്ലാസ്റ്റിക് കൂട് പോലത്തെ സിറ്റുവേഷൻ ആണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആയിരിക്കില്ല, നമുക്ക് അറിയാൻ പാടില്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ കാരണം ഇത് ഇൻസ്റ്റന്റ്ലി ഇല്ലാണ്ടായി പോകും. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസ് ചെയ്യുന്ന ഒരു 100 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ അത് വന്നിട്ട് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഇടിക്കാണ്ട് എന്തോ നമ്മുടെ ഭൂമിനെ അവോയ്ഡ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവരിപ്പോ ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ശരിക്കും എന്തെങ്കിലും ചിന്തിപ്പിക്കുന്നത്. UFO ഇൻസിഡൻസിന്റെ ഏറ്റവും തലപ്പത്ത് എടുക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് റോസ്വെല്ലിലത്തെ ആ ഒരു UFO ക്രാഷ് ചെയ്ത ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്.
ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചപ്പോൾ ആ പറക്കുംതളിയെ ക്രാഷ് ചെയ്ത ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്ത് നിന്ന് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കണ്ടുകിട്ടിയതായിട്ട് അവിടെ ഒരുപാട് ലോക്കൽസ് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം ശരിക്കും മെറ്റൽ പോലത്തെ ഒരു സംഭവമാണ്, പക്ഷേ എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു തരത്തിൽ അലുമിനിയം ഫോയിൽ പോലെ ഇരിക്കുന്ന ഒരു സംഭവത്തെയാണ് ശരിക്കും വന്ന് അവർ എടുത്തത്. പക്ഷേ ഈ ഒരു അലുമിനിയം ഫോയിലിന്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുതലാണ്, വളരെയധികം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു അലുമിനിയം ഫോയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒട്ടും തന്നെ ഇങ്ങനെ കുത്തിയെ കീറാത്ത തരത്തിലുള്ള ഒരു അലുമിനിയം ഫോയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ശരിക്കും അന്ന് അവിടെ റോസ്വെൽ ഇൻസിഡന്റിൽ വെച്ച് അന്ന് അവർക്ക് കിട്ടിയത്. എന്നാൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് സ്പേസിലും കാണാൻ പറ്റുന്നത്. ഇതിപ്പോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിപ്പോ കേട്ടപ്പോൾ എനിക്ക് അതായിട്ട് വളരെ റിസംബ്ലൻസ് തോന്നി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോഴും സ്പേസിലുണ്ട്. അത് എവിടെയെന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ ഓർബിറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ റാൻഡം ആണ്. ഈ ഒരു ഒബ്ജക്റ്റും ഓമുവാമോ എന്ന് പറയുന്ന ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു ട്രജക്ടറി, അതിന്റെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ സിമിലർ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് വേറൊരു ഓമുവാമോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമല്ല, നാച്ചുറലി ഒക്കെ ചെയ്യുന്ന സംഭവമാണോ അതുമല്ല. അപ്പൊ ഇത് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.